അങ്ങനെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എനിക്ക് പുലിമല കയറാൻ ഇറങ്ങാണ് കേട്ടാ. വീഡിയോ എടുത്തോണ്ടിരിക്കയാണ്. ആ റിയൽ ട്രക്കിംഗ്. മൂന്നാർ വന്നിട്ട് മീശപ്പുലിമല കണ്ടിട്ടുണ്ടായില്ല. അമ്മോ അമ്മോ, രാത്രി നേരാട്ടാ. വഴികളൊക്കെ ഇങ്ങനെ കല്ല് പാവിയ വഴികളാ. ഇത് ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. 1000 രൂപ നമ്മള് പെർ ഹെഡ് നമ്മളിന്ന് ചാർജ് ചെയ്യും. എന്നിട്ട് നമ്മള് മൂന്നാർ റോസ് ഗാർഡന്റെ അവിടെ വരണം. അവിടെ നിന്ന് അവരുടെ ജീപ്പില് സ്ലോ ട്രക്കിംഗ് ആണ് കേട്ടോ. സൈലന്റ് വാലി വഴി മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മീശപ്പുല ബേസ് ക്യാമ്പില് അവിടെയാണ് എത്തണ്ടല്ലേ. അപ്പൊ ഈ 1000 രൂപയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവര് കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ ജീപ്പിൽ തന്നെ പോയാണ്. ഹൈ റൈഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഒരു ദോസ്ത് ഹൈ റേഞ്ചർ. സോ ആളൊരു റൈഡർ തന്നെയാണ്. പ്രമുഖമായ മൂന്നാറിന്റെ മുക്കുമൂലയും അറിയുന്ന പ്രസാദ് ചേട്ടനാണ് നമ്മുടെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചോളൂ പ്രസാദ് ചേട്ടൻ കാണിച്ചോളൂ. കാടില് രാത്രി കാണാറില്ല, പകല് കാണിച്ചു തരും. പകല് ലൈറ്റില്ലേ പ്രസാദേട്ടൻ. ഇത് ഏത് കാടിന്റെയും മുക്കുമൂലയും അറിയണ പ്രസാദേട്ടൻ. കല്ലുകളുടെ മുകളിൽ കൂടി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡില്ല കേട്ടോ, കല്ലുകൾ ഭാവിയിട്ടുള്ള ഒരു വഴി മാത്രമാണ്. ആനകളൊക്കെ കണ്ടമാനുണ്ട്. അത് അതിനോട് ഗൈഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങള് ഗൈഡിന് എടുത്തല്ല. മൂന്നാറിൽ ആരും പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന ഹൈ റേഞ്ച് റൈഡറിന്റെ പ്രസാദ് ചേട്ടനാണ്. ഓ, ഇത് തലയിലടിച്ച് തല പൊട്ടല്ലോ. അത്ര പോലെ ആരും കാണാത്ത സ്ഥലങ്ങളിലും ആരും പോവാത്ത വഴികളിൽ കൂടെ പോവാനാണ് ഇഷ്ടം. ആരും ചെയ്ത് ഇതൊക്കെ ശരിക്കും പ്രസാദ് ചേട്ടന്റെ ഏറ്റവും ചീള് കേസാണ്. ചീള് കേസ്. അവിടെ നമ്മള് ഹൈ റേഞ്ച് റൈഡറിന്റെ ഓഫീസിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വെറൈറ്റി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും കേട്ടോ. സൈലന്റ് വാലി സബ് യൂണിറ്റ്. ഓ, സൈലന്റ് വാലി സബ് യൂണിറ്റ്. ആ ബോട്ടിനെ കൂടെ എടുക്കാറ്. മറ്റൊരു നമ്മള് കാട്ടുന്നത് പോലും ഇല്ലല്ലോ. അടിവട്ട വഴിയുണ്ടാവും. ഇത് നമ്മൾ മീശപ്പൂലിമലയ്ക്ക് പോകുമ്പോഴേ നമ്മൾ ഇവരുടെ ഫോറസ്റ്റിൽ വന്നിട്ട് നമ്മൾ കൗണ്ടറിൽ വന്നിട്ട് നമ്മളവിടെ ഒപ്പിട്ട് പോകണം. ആ ഒപ്പിടാനുള്ളൊരു സ്ഥലമാണ്. ഇതൊരു ചായയും കാര്യങ്ങളൊക്കെ. മീശപ്പൂലി ഓക്കെ, എല്ലാ ജീപ്പുകളും ഇവിടെയാണ് പാർക്ക് ചെയ്തതാണ് കണ്ടോ. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഇവിടെ എൻട്രി ചെയ്ത് ഒരു ചായക്കൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല തണവാണ് കേട്ടോ. ബ്ലാങ്കറ്റും അതും ഇതൊക്കെ ആയിട്ട് അവർ ജാക്കറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട്. നമുക്ക് 2000 rupees ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ they will arrange a stay for us. ഇതാണ് കേട്ടോ മീശപ്പുലിമല കയറുന്നതിന് മുന്നേ നമ്മളിവിടെ എത്തി. നമ്മുടെ നമ്പറും അതേപോലെ തന്നെ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മീശപ്പുലിമല കയറി പോവാ കേട്ടോ. ഇത് ബേസ് ക്യാമ്പോ എന്താ പറയുന്നത്? അതെ അതെ, ബേസ് ക്യാമ്പ്. ഇവിടെ മോളിൽ പോയിട്ട് പുലി പിടിച്ചാലൊന്നും കുഴപ്പമില്ല, നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷായി. പോവാട്ടാ. പുലി പിടിക്കും ചിലപ്പോ. നമുക്ക് ഇവിടുന്ന് കാട്ടുപോത്ത് പുലി ഒന്നും പിടിക്കില്ല, സ്വയം പിടിക്കേണ്ടി വരും. നമ്മളിങ്ങനെ മീശപ്പുലിമല കയറണമെങ്കിലേ ഇവിടെ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്ത് കണ്ടോ, മൂന്നാർ റിസർവേഷൻ കം ഡിക്ലറേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ. ചായ കുടിച്ചൊക്കെ കൂടി ഇരിക്കാം.
ഭയങ്കര തണവാണ്. ഒരു ചായയും ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ മീശപ്പുലിമലയിലേക്ക് കയറാനുള്ള ആൾക്കാരുകളുണ്ട് കേട്ടോ. നമ്മള് മീശപ്പുലിമലയുടെ ഒരു സെക്ടറിലേക്ക് കടന്നു തുടങ്ങി കേട്ടോ. അവിടെ നിന്ന് ആകാശം നോക്കി ചെറുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ പിടിച്ചിരുന്നില്ലെങ്കിൽ ഓഫ് റോഡാണ്. അത് കാരണോട്ട് ഓ കാണാട്ടോ, നോക്കിയേ മീശപ്പുലിമലയിൽ സൂര്യൻ ഉദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഹലോ, കിടച്ചിരിക്കുകയാണ് കേട്ടോ മീശപ്പുലിമലയുടെ. ഡിസംബറായിട്ട് മഞ്ഞിലേറെ കഷ്ടല്ലേ. പുലി ഉണ്ട് കേട്ടോ അവിടെ, പുലി. വാ വാ, ഇത് മൂന്നാറിൻ്റെ ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള മീശപ്പുലിമലയാണ് കേട്ടോ. ഇതേ നമ്മൾ എൻ്റർ ചെയ്യണം മീശപ്പുലിമലയ്ക്ക്. സൂര്യൻ ഉദിച്ചു. வரல. What a beautiful experience, man. I'm part of it. நிலவு சூரியன் ஒரே நேரத்தில் ஒரே லக்கி பாஸ்டர்ஸ் தான். அப்போ அது சமையாக இருக்குல்ல, சூரியனும் இதாகவும் ஒரே சூரியன் வந்து வறுக்கிறாரு. கரெக்டாக சொல்கிறது கரெக்டாக இப்போ தான் வருது வரோம் நம்ம சமரம். അങ്ങനെ 2 കിലോമീറ്റർ പിന്നിട്ടു. ഓക്കെ, ഫുള്ള് മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യണത് കാണാൻ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു ട്രക്കിങ് നടത്തിയതാ. വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് മീശപ്പുലിമല? മഞ്ഞ് പെയ്യണത് കണ്ട? അടിപൊളിയല്ലേ, മഞ്ഞ് പെയ്ത് കണ്ട് തലയൊക്കെ നനഞ്ഞാകെ. ഇനി ക്ലൗഡ് ബെഡ് ഉണ്ട് കേട്ടോ, മേഘത്തിൻ്റെ അവിടെയാണ് റെസ്റ്റ്, ക്ലൗഡ് ബെഡിൽ. തെളിഞ്ഞു വരണേ. ഇതിന്റെ മുകളിൽ കയറി പോണുണ്ടോ നീ? ട്രക്കിങ് 2 വടിയെങ്കിലും വേണമായിരുന്നു. ഒരു സപ്പോർട്ട്. ഓ, ഞാനിതോട്ട് കൂടി നിർത്തി.
നമുക്ക് അവരെ വിടാം, അവര് പെടണം. ആ ആ ഈ വെള്ളം കുടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. കാട്ടരുവിയല്ലേ? ഓ, ഇവിടെയൊക്കെ ഒന്ന് കുളിച്ച് മീശപ്പുലിമലയിൽ മഞ്ഞ് വീണിട്ടുണ്ടോയെന്ന് അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. ഇവിടെ മഞ്ഞുമില്ല, ബ്ലാക്ക് പാന്തറും കടുവയൊക്കെയാണ് കേട്ടോ. ആനയൊക്കെ ഉണ്ട്. മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടായില്ല. ഒരുപാട് നടന്നു, 4 കിലോമീറ്റർ. ഞങ്ങൾ ആ അറ്റത്തെ മലയിൽ നിന്ന് നടന്നതാണ് കേട്ടോ. ഇപ്പോൾ കാണുന്ന അറ്റത്തെ മലയിൽ നിന്ന് നടന്നതാണ്. ഇനി നടന്ന് അങ്ങ് പോയി ഇതേ അവിടെയൊക്കെ ഇതേ ആൾക്കാർ കയറുന്ന കണ്ടോ. അങ്ങോട്ട് കയറണം. ഇനി കാണുന്നുണ്ടോ? ഓരോരുത്തർ കയറണം കേട്ടോ. അവിടെ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഓ, വയ്യാണ്ടായി. അപ്പോൾ ഇവിടെ ഗാർഡ് പറയുകയാണേ, നാട്ടിൽ ചെന്നിട്ട് ഹൃദയമുള്ളവനാണെന്ന് പറയാന്ന്. ഒരു എൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അത് കാരണമായിട്ട് ഞങ്ങളിങ്ങനെ അമ്മേ വയ്യ. சொல்லலை. டீ பிளான்டேஷனில் அவங்க டீ வந்து எங்கே விற்கினாலும் ஹையஸ்ட்ல டோப்பில், சவுத் இந்தியாவில் வந்து டோப்பில் இதெல்லாம் ஹைட்டு இல்லை, இதெல்லாம் ஹைட் இல்லை, இன்னும் தாழையில உண்மை. அது பாருங்க, அந்த மேலே பாருங்க எப்படி இருக்குது. அதான் மேலே இது கீழே. ஆனால் அவங்க சொல்கிறது வந்து சவுத் இந்தியாவில் ஹையஸ்டில் டீன்னு சொல்லி தான். இப்போ சாதாரண இந்த டீக்கு வந்து 250 ரூபாய் அவங்க 400 ரூபாய்க்கு விற்பாங்க. அதான் வர ஆர்கானிக்னு சொல்லுவாங்க. நீங்களே அங்கே இடையில போய் பாருங்கள். ஹையஸ்ட்டும் இல்லை, ஹையஸ்ட்னா அங்கே தான். அதுலேயும் கீழிமட்டம் சொல்லுவாரு. அங்கேயும் அதுக்கு மேலே தான் இருக்குது டீ பிளான்டேஷன். கொழுக்குமலை டீ பிளான்டேஷன் ஹையஸ்ட்.